ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കെവിൻ. ഇന്ന് നമ്മുടെ ഡേ 4 ഓഫ് ക്ലാൻ വാർലി കളിക്കാൻ പോവുകയാണ്. മൊത്തം 6 അക്കൗണ്ടിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ 6 അക്കൗണ്ടിട്ട് 6 ബേസിനെ അടിച്ച് പൊട്ടിക്കാൻ പോവുകയാണ്. നിലവിൽ എൻ്റെ പ്ലാനിൽ നിന്ന് ഒരാൾ മാത്രമേ അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ടോപ്പിലെ 6 ബേസാണ് ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ടാസ്ക്കാണ്, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അറ്റാക്ക് ചെയ്യും, വിജയിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ ബേസാണിത്. നേരെ ഞാൻ അറ്റാക്ക് ചെറുതായിട്ട് ട്രൂപ്സ് എടുത്തത് മാറിപ്പോയി ഗൈസ്. നമുക്ക് ഒരു എടുക്കടാ സേവ്ഡ് റെസിപ്പീസിൽ നിന്ന് നമ്മുടെ ഇതാണെന്ന് തോന്നുന്നു. യെസ്, അത് തന്നെയാണ് എല്ലാ എബിലിറ്റീസ്. ഓക്കെ ഗൈസ്, നേരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ബേസിനെ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ പോകുകയാണ്. നമുക്ക് നോക്കാം ഇത് എത്രത്തോളം സ്റ്റാർ കിട്ടുമോ ഇല്ലെന്ന്. റോയൽ ചാമ്പ്യൻ ഇറക്കിയിട്ടുണ്ട്, അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഷിറ്റ്, കുഴപ്പമില്ല, ചെറുതായിട്ടൊരു ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. റോയൽ ചാമ്പ്യൻ്റെ പുതിയൊരു എബിലിറ്റി ഞാൻ വാങ്ങിയിട്ടുണ്ട് ജെംസ് കൊടുത്ത്, പക്ഷേ അത് കറക്റ്റായിട്ട് ഇടാത്തതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അറ്റാക്ക് വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ ടൗൺ ഹാൾ ഈസ് ഡൗൺ. ടൗൺ ഹാൾ പൊട്ടിച്ചിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ മുമ്പോട്ട് കുതിച്ചുയരുന്നു, പോകുന്നു, അറ്റാക്ക് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിലവിൽ ഒരു സീനും ഇല്ലാതെയാണ് അറ്റാക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. മതി. ഓക്കെ, ആ ഏരിയ ക്ലിയർ. ഓക്കെ, നിലവിൽ സ്മൂത്തായിട്ട് പോകുന്നു. റോയൽ ചാമ്പ്യന് ഒരു സീനും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു സീനില്ല. ആ ഏരിയ അത്രയും റോയൽ ചാമ്പ്യൻ സെറ്റാക്കും. ഓക്കെ, നോക്കിന് വേറെ ഒന്നും മൈൻഡ് ചെയ്യില്ല. നമ്മൾ നേരെ നെക്സ്റ്റ് ട്രൂപ്സ് ഇറക്കുന്നു. വാൾക്കേറിയിട്ട് ഫണൽ ചെയ്യുന്നു. റൂപ്പ് റൈഡേഴ്സ് ഇറക്കുന്നു. കിങ്, അയ്യോ വാർഡൻ്റെ എയർ ആയിപ്പോയി ഗൈസ്. ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് സീനില്ല, നമുക്ക് ഇത് മേക്കപ്പ് ചെയ്തെടുക്കാനേ ഉള്ളൂ. റോയൽ ഓക്കെ, വാർഡൻ്റെ എബിലിറ്റി കൊടുക്കണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റോയൽ ചാമ്പ്യൻ നമ്മുടെ ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. വാർഡൻ്റെ എബിലിറ്റി ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഒരു സീനും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു സീനും ഇല്ല ഗൈസ്, ഒരു സീനും ഇല്ല. ഓക്കെ, അപ്പോൾ 2 ആർച്ചേഴ്സ് ഇറക്കി കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം നിലവിൽ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. റോയൽ ചാമ്പ്യൻ ഇറക്കി വിട്ടിട്ടുണ്ട് ഒരു ഇൻവിസിബിൾ സ്പെല്ല്, 2 ആർച്ചർ. ഓക്കെ ഗൈസ്, ഇനി ഞാൻ എല്ലാവരെയും ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അറ്റാക്ക് നോക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് ഇതൊരു 3 സ്റ്റാർ ആണോ എന്ന് ചോദിച്ചാൽ യെസ് ഗൈസ്, ഇതൊരു 3 സ്റ്റാറാണ്, നല്ലൊരു 3 സ്റ്റാറാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് അറ്റാക്ക് വളരെ മികച്ചൊരു വിജയം കൈവരിച്ചിരിക്കുന്നു. നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതോടെ നമ്മുടെ ഫസ്റ്റ് അറ്റാക്ക് 3 സ്റ്റാർ. ഓക്കെ, അതിന് മുമ്പേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡേ 3 അറ്റാക്കിൻ്റെ സ്റ്റാർസ് നമുക്ക് നോക്കാം. 43 സ്റ്റാർസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ എൻ്റെ രണ്ടാമത്തെ അക്കൗണ്ടിൽ പോയി രണ്ടാമത്തെ അറ്റാക്ക് ചെയ്യാം. നമുക്ക് നേരെ രണ്ടാമത്തെ അറ്റാക്ക് എടുക്കുന്നു. ഓക്കെ, ട്രൂപ്സ് എല്ലാം സെറ്റാണ്, ഓക്കെയാണ്. നേരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു ഗൈസ്. നേരെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏത് പീസാണെന്ന്. നമ്മൾ 13 കുഴപ്പമില്ലാത്ത പീസാണ്. അറ്റാക്ക് തുടങ്ങി ഗൈസ്. അപ്പുറത്തെ ഫണലി പിന്നെ വീണ്ടും. ഓക്കെ, ലൂൺസ് ഇറക്കിയിട്ടുണ്ട്. വാർഡൻ, പീൻ, മിനിയം ഫ്രണ്ട്സ്, റോയൽ ചാമ്പ്യൻ, ബാറ്റിൽ, ഒരു റേജ്, അവിടെ ഇവിടെ ഫ്രീസ്. വാർഡൻ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട് ഗൈസ്. എല്ലാവരുടെ എബിലിറ്റിയും കൊടുത്ത് വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ഫ്രീസ് കൊടുത്തിട്ടുണ്ട്. ഫ്രീസിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, നിലവിൽ ഒരു സീനില്ലാതെയാണ് പോകുന്നത്. നമുക്ക് നോക്കാം ഇനി സീൻ വരുമോ ഇല്ലയോ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്, ഒരു സീനില്ല. റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റേസും കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. മിനിയം പ്രിൻസിൻ്റെ എബിലിറ്റിയും കൊടുത്തു. ഓക്കെ ഗൈസ്, ഇതൊരു നല്ലൊരു കിൻ്റെ എബിലിറ്റി. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ അറ്റാക്ക് നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിരിക്കുന്നു. നേരെ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ അക്കൗണ്ടിൽ കയറി അറ്റാക്ക് ചെയ്യാം. ടോപ്പിലെ 2 ബേസ് അപ്പോൾ നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട്. മൂന്നാമത്തെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ട്രൂപ്സൊക്കെ ഓക്കെയാണ്. ട്രൂപ്സ് ഓക്കെയാണ്. നേരെ അറ്റാക്കിൽ ടൗൺ ഹാൾ 14 ആണെന്ന് തോന്നുന്നു. 16 അല്ല 15. ഏതൊരു ടൗൺ ഹാൾ നേരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് അറിയില്ല. വളരെ മികച്ചൊരു പീസാണ്. ഇതുപോലത്തെ റഷ് ജീവിതത്തിൽ കാണത്തില്ല. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ നേരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻസ്, കിങ്, വാർഡൻ, മെമ്പേഴ്സ് എല്ലാവരും ഇറക്കിയിട്ടുണ്ട്. അവിടെ ഒരു റേസ്, ബാറ്റിൽ ബ്ലിം ഇറക്കി. ടൗൺ ഹാൾ പക്ഷേ ഇപ്പുറത്തെ സൈഡിലാണ്, കുഴപ്പമില്ല. ഒരു ഫ്രീസ്, അവിടെ ഒരു ഇത് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റേസ്, ഇവിടെ ഒരു ഫ്രീസ്, അവിടെ ഒരു ഫ്രീസ്. എല്ലായിടത്തും ഫ്രീസൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇന്ത്യൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. വീണ്ടും ഒരു ഫ്രീസ്. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റേസ്, ഇവിടെ ഒരു റേസ്. ഓക്കെ, അങ്ങനെ നല്ലൊരു അറ്റാക്കാണ് ഗൈസ്. അങ്ങനെ നമുക്ക് ആ ഒരു റഷ് ബേസിനെ നമ്മൾ അടിച്ച് 3 സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാം പൊട്ടിച്ചു. യെസ്, ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ അറ്റാക്കും നല്ലൊരു സക്സസ് ആയി. ഓക്കെ, അത് നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിരിക്കുന്നു. ഇനിയാണ് നമുക്ക് ടാസ്ക് വരാൻ പോണേ. ഇനി പോകുന്നതെല്ലാം റഷ്യ ബേസിലെത്താം. റഷ്യ ബേസസ് കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. എന്തെന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ ലെവലൊന്നും മാത്രം പോരാ. കുഴപ്പമില്ല, നമ്മൾ നേരെ എന്നാലും അറ്റാക്ക് ചെയ്യാൻ പോകുന്നു 4th ബേസിനെ.
ദൈവമേ, ഫോർത്ത് ബേസിനെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകണം. നമുക്ക് നോക്കാം. ബേസ് കുറച്ച് ടാസ്ക് ആണെങ്കിലും എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ. ഓക്കെ ഗൈസ്, കുഴപ്പമില്ല. അത്യാവശ്യം കുറച്ച് ടാസ്ക്കാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ എന്നാലും നമ്മൾ അറ്റാക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു റേജ് ഇട്ടിട്ടുണ്ട്, ലൂൺസ് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. വാർഡൻ, കിങ്, ക്യൂന്, മിനിമൽസ്, ബാറ്റിൽ ബ്ലം എല്ലാം ഇറക്കി വിട്ടിട്ടുണ്ട്. അവിടെ ഒരു ഫ്രീസ്, വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റേജും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു റേജ് ഇട്ടിട്ടുണ്ട്. നിലവിൽ ഒരു സീൻ ഇല്ലാതെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു നടുക്കൊരു ഫ്രീസ്, വീണ്ടും ഒരു ഫ്രീസ് ഇടണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഫ്രീസ് ഇടുന്നു. വാർഡൻ്റെ എബിലിറ്റി, കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ടാസ്ക്കാണ് ഗൈസ്, വളരെ ടാസ്ക് ഏറിയ ഒരു അറ്റാക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു 3 സ്റ്റാർ ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സ് ഒന്നും പൊട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇതൊരു 3 സ്റ്റാർ ആയിരിക്കുമോ ഇല്ലയോ എന്ന്. ഓക്കെ, കുഴപ്പമില്ല. ഈ ക്യൂവിനെ കാണാനില്ല. ക്യൂവിന് സൈഡിൽ കൂടെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്യൂവിൻ്റെ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതൊരു 3 സ്റ്റാറാണോ? 3 സ്റ്റാറാണോ? യെസ് ഗൈസ്, ഇതൊരു നല്ലൊരു 3 സ്റ്റാറാണ്. നമ്മുടെ ലക്ക് കൊണ്ട് നമുക്ക് ഇതൊരു 3 സ്റ്റാർ കിട്ടിയിരിക്കുന്നു. ഓക്കെ, നേരെ നമ്മുടെ 4ാമത്തെ അക്കൗണ്ട് കളിക്കാൻ പോകും. 5ാമത്തെ അക്കൗണ്ട് ഇട്ട് അടുത്ത അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. 5ാമത്തെ അക്കൗണ്ട് വളരെ റഷ് പിടിച്ച അക്കൗണ്ടാണ്. നമുക്ക് നോക്കാം അത് 3 സ്റ്റാറാണോ, 1 സ്റ്റാറാണോ, 2 സ്റ്റാറാണോ. ഓക്കെ, അയ്യോ, ഉള്ള ട്രൂപ്സ് പോയിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്യുന്നു. ലൂൺസ് കൺഫേം, യെസ് ബൈ, കൺഫേം ചെയ്ത് ബൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ അറ്റാക്കിലോട്ട് പോകാം. ടോപ്പിൽ അത്രയും ബേസ് അടിച്ചിട്ടുണ്ട്. ഇത് 5th ബേസ് അറ്റാക്ക് ചെയ്യാം. കുഴപ്പമില്ല, നമ്മൾ അറ്റാക്ക് ചെയ്യാം. എന്തെങ്കിലും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നേരെ ടോപ്പിലെ ബേസാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോ. പിന്നെ ലൂൺസ് ഇറക്കിയിട്ടുണ്ട്. അതൊരു പ്ലീസ്. നിംപ്രിൻസ്, വാർഡൻ, കിങ്, ക്വീൻ. ഓക്കെ, എല്ലാവരും ഇറക്കി. 2 റേജ് ഇട്ടിട്ടുണ്ട്. ബാറ്റിൽ ബ്ലം ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. നിലവിൽ ഒരു സീൻ ഇല്ലാതെ പോകുന്നു. വാർഡൻ എബിലിറ്റി കൊടുക്കണോ എന്ന് ചോദിച്ചാൽ വാർഡൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കിങ് ഇവിടെ, കിങ്ങിനെ കാണാനില്ല ഗൈസ്. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കിങ്ങിന് അടുത്ത് തന്നെയുണ്ട്. ഫ്രീസ്. ഓക്കെ, നിലവിൽ ഒരു സീൻ ഇല്ലാതെയാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഓഫ് കോഴ്സ് ഇതൊരു നല്ലൊരു 3 സ്റ്റാറാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ 5ാമത്തെ അക്കൗണ്ട് ഇട്ടും കളിച്ച് നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിരിക്കുന്നു. ബേസിക്കലി നമ്മുടെ അറ്റാക്കിൽ ഇതുവരെയും ടഫ് ക്ലാൻ വന്നിട്ടില്ല, അതുകൊണ്ടാണ് സ്മൂത്തായിട്ട് 3 സ്റ്റാർ എടുക്കുന്നത്. ടഫ് ക്ലാൻ വരുമ്പോഴാണ് നമ്മൾ കുറച്ച് ടാസ്ക് ആവുന്നത്. ഓക്കെ, അതോടെ നമ്മുടെ 5ാമത്തെ അക്കൗണ്ട് ഇട്ട് കളിച്ചിരിക്കുന്നു. ഓക്കെ, നേരെ നമ്മുടെ 6ാമത്തെ അക്കൗണ്ട് എടുക്കാൻ പോകുന്നു. ലാസ്റ്റ് അറ്റാക്കാണ്. 3 സ്റ്റാറാണോ, 1 സ്റ്റാറാണോ, 2 സ്റ്റാറാണോ കണ്ടറിയാം. ഓക്കെ, ട്രൂപ്സ് എല്ലാം ഓക്കെയാണ്. കിങ്, ക്യൂൻ എല്ലാം സെറ്റാണ് ഗൈസ്. നേരെ 2 7 ബേസ് അടിക്കാൻ പോവുകയാണ്. ഓക്കെ, അറ്റാക്ക്. അത് ഒരുമാതിരി വൃത്തിയിട്ട രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു ബേസ് ഒന്നും കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ചും ടാസ്ക് ഏറിയ ഒരു അറ്റാക്കാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഇത് നമുക്ക് ഒരു വേറെ രീതിയിൽ കളിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് എങ്ങനെ കളിക്കണമെന്ന് ചോദിച്ചാൽ കുറച്ച് സൂം ചെയ്തു. ഓക്കെ, അവിടെ ഒരു ഫേസ് അല്ല റേജ് ഇട്ടു. അത് ഓക്കെ ആകുമോ എന്ന് ചോദിച്ചാൽ യെസ്, അവർ ഓക്കെയാണ്. ഇവിടെ ക്യൂവിന് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി കുറേ ലൂൺസ് നിർത്തി പിടിച്ചിറക്കി. ഓക്കെ ഗൈസ്, എല്ലാം ഇറക്കിയിട്ടുണ്ട്. മീൻസ് അവിടെ ഒരു റേജ്. അയ്യോ, വാർഡൻ്റെ വിളിച്ച് അറിയാതെ കൊടുത്തു പോയി ഗൈസ്. കുഴപ്പമില്ല. നിലവിൽ സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ അയ്യോ, ചെറുതായിട്ടൊരു ഫ്ലോപ്പ് വന്നിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട് പിടിച്ച് പോകുന്നുണ്ട്. ഓക്കെ, റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുക്കണോ എന്ന് ചോദിച്ചാൽ റോയൽ ചാമ്പ്യനെ ഇതുവരെ ഞാൻ ഇറക്കിയിട്ടില്ല. ഓക്കെ ഗൈസ്, റോയൽ ചാമ്പ്യൻ ഇറക്കിയിട്ടുണ്ട്. അവിടെ ഒരു ഫ്രീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത് നല്ലൊരു റോയൽ ചാമ്പ്യൻ എബിലിറ്റി. ഓക്കെ, യെസ് ഗൈസ്, ഇത് നല്ലൊരു 3 സ്റ്റാറാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഓക്കെ, അതോടെ നമ്മുടെ 6 അക്കൗണ്ടിട്ട് 6 ബേസിനെ കയറി അടിച്ചു 3 സ്റ്റാർ ഫുൾ സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പിലെ എത്രയും ബേസ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്റ്റാർസ് നമ്മുടെ ബാക്കിയുള്ള ക്ലാൻ മെമ്പേഴ്സിൻ്റെ അറ്റാക്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിരിക്കുന്നു. നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ട്രോഫീസൊക്കെ മാറ്റി ഇപ്പോൾ പുതിയ സാധനങ്ങൾ, ലെജൻഡ് ലീഗ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ എഴുതി കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇലക്ട്രോ 33-ലാണ്. കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. മൈ ലീഗ് കൊടുക്കുമ്പോൾ ആദ്യത്തെ 10 പേർക്ക് മാത്രമേ പ്രൊമോഷനുള്ളൂ. പിന്നെ ലാസ്റ്റത്തെ 10 പേർക്ക് അതിനെന്താ പറയുക, ഡിമോഷൻ വരും. സോ ഇടയ്ക്കുള്ള 80 പേര് സ്റ്റേ ഓൺ ആയിരിക്കും. എനിക്ക് ലെജൻഡ് കയറാനാണ് ആഗ്രഹം. ഇത്രയും ദിവസം ലെജൻഡാണ് കളിച്ചുകൊണ്ടിരുന്നത്. ലെജൻഡ് കിട്ടുമല്ലോ എന്ന് എനിക്കറിഞ്ഞൂടെ. അതിൻ്റെ വീഡിയോ ഇടാം. നിലവിൽ ക്ലാൻ വാറിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാത്തത്. അപ്പോൾ ഇതോടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.